അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ഇബ്നു മത്താ. നിങ്ങൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ എന്നെ മഹത്വവൽക്കരിക്കരുത്, എന്നെ നിങ്ങൾ വലുതാക്കരുത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ഞാൻ വലിയവനാണെന്ന് പറയരുത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള പശ്ചാത്തലം എന്താണ്? യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജ്മി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ മനുഷ്യരുടെയും നേതാവാണ്, സർവ്വ ജിന്നുകളുടെയും നേതാവാണ്, മനുഷ്യേതര ജീവികളുടെ വരെ നേതാവാണ്. അല്ല, ജീവനില്ലാത്ത സർവ്വവസ്തുക്കളുടെയും മുള്ളുമുരുടെ മൂക്കൻ പാമ്പ് വരേക്കുമുള്ള സർവ്വവസ്തുക്കളുടെയും നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ദലുൽ ഖൽഖാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമേയില്ല. ബിൽഇജ്മാൾ, പണ്ഡിത ലോകത്തിന്റെ ഒരൊറ്റ അഭിപ്രായമാണ്, ഒരു അഭിപ്രായമേ ഉള്ളൂ. ചില ആളുകൾ പറഞ്ഞിരുന്നു, സമക്ഷരിയെ പോലെയുള്ള ചില ആളുകൾ വിവരമില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വിവരക്കുറവിന്റെ പേരിൽ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മേലെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പണ്ഡിത ലോകം നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകളാണ് സമക്ഷരത്തിന് തെളിവായി പറഞ്ഞത്. ആ ആയത്ത് കൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ മേലെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പണ്ഡിതന്മാരെല്ലാവരും മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ അമ്പിയാക്കളെക്കാളും മേലെയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാളും മേലെയാണ്. പക്ഷേ മുത്തനബി പറഞ്ഞത് എന്താണ്? അലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ഇബ്നു മത്താ, യൂനുസ് നബിയേക്കാൾ നിങ്ങൾ എന്നെ വലുതാക്കരുത്. അത് പറയാനുള്ള കാരണം എന്താണ്? ഇസ്രായിന്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായ ഗൈഡിന്റെ കൂടെ 7 ആകാശം അതിനപ്പുറത്തേക്കും ചെന്നു. 7 ആകാശം കടന്നു എന്നതിന് ശേഷം അർശും കുർസിയൊക്കെ കഴിഞ്ഞ് പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞേക്കുകയാണ്, دعني تقدم يا حبيبي لا تخف أبشر تنادي ربك القيوم صلوا عليه وسلموا تسليما. അതുവരെ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് പടച്ച റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് സമ്മതമില്ല. ഇനി അങ്ങോട്ട് കടന്നു പോയാൽ ഞാൻ കരിഞ്ഞു പോകും, നിങ്ങൾ പോവണം. നിങ്ങൾ മുന്നോട്ട് പോവണമെന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് പോലും പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത അത്രയും മേലേക്ക് മുകളിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ചെന്നിട്ട് എന്താണ് ചെയ്തത്? പടച്ച റബ്ബിനോട് സംസാരിക്കുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. പടച്ചോന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നല്ലൊരു പുതിയായിട്ടാണ് മുത്തുനബി ചെന്നത്. ഒരു മനുഷ്യന്റെ മുന്നിൽ, ഒരാളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ള സർവ്വ കാര്യങ്ങളും അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. എല്ലാം അല്ലാഹുവിനിക്ക് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ നബിയായിട്ടുള്ളവരെ, തങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് സലാമുണ്ട്. എത്രയൊരു സന്തോഷമുള്ള സമയക്കരുത്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തിയാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനെ കണ്ട ഏക വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതന്നെ ആയിഷ ബിബി അംഗീകരിച്ചിട്ടില്ല.
പെണ്ണുണ്ടോ? ചിലപ്പോ ചില ഭർത്താക്കന്മാർക്ക് ചിലപ്പോ കിട്ടുന്ന ബഹുമതി ചിലപ്പോ പെണ്ണുങ്ങൾക്ക് സമ്മതിച്ച് തരാൻ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ആയിഷ ബീവി അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ പല പ്രമുഖ സ്വഹാബിമാരും സമ്മതിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപക്ഷത്താണുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം പടച്ച റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്ന് പക്ഷക്കാരാണ്. ഞാൻ പറഞ്ഞു വരുന്ന പടച്ച റബ്ബിനെ കാണുകയും പടച്ച റബ്ബിനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് സലാം പറയുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഏറ്റവും സന്തോഷമുള്ള മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം പടച്ചോനെ കണ്ട സന്ദർഭമാണ്. ഈ സന്തോഷവേളയിലും പാവപ്പെട്ട നമ്മെ മുത്തുനബി മറന്നില്ല. തങ്ങൾക്ക് സലാമുണ്ട്, എന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞപ്പോ പാവപ്പെട്ട നമുക്കും സലാം വേണം, എന്റെ ഉമ്മത്തിനും സലാം വേണം. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവാളുകൾക്കും പടച്ച റബ്ബിന്റെ സലാം വേണം. ഏറ്റവും വലിയ സന്തോഷമുള്ള സന്ദർഭത്തിൽ മുത്തുനബി നമ്മെ മറന്നില്ല. മുത്തുനബി പടച്ച റബ്ബിനോട് പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്ക് മാത്രം പോരാ സലാം, അസ്സലാമു അലൈനാ എനിക്ക് വേണം, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വ സ്വാലിഹീങ്ങൾക്കും അല്ല, അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ്വ ആളുകൾക്കും സലാം വേണമെന്ന് അതേ അവിടെ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, വോട്ടിന് പല ഓഫറുകളും നൽകിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പലരും വരുന്നുണ്ട്, നമ്മെ തേടി പലരും അന്വേഷിക്കുന്നുണ്ട്, നമ്മെ ഫോൺ ചെയ്യുന്നുണ്ട്, എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടായി. നമ്മൾ റോഡിന്റെ വിഷയം പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു വെള്ളത്തിന് കുടിവെള്ളത്തിന് പ്രശ്നം പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കുമ്പോ അതിന്റെ ഒരു അർത്ഥമില്ല, ആളും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ വിഷയം എന്നല്ല പറയുന്നത്, സംഗതി പറഞ്ഞപ്പോ പറയണം. അങ്ങനെ ഒരു മന്ത്രി നമ്മുടെ പരിസരത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് ഈ കാര്യം, ഈ റോഡിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, സംഗതി ഒന്ന് മന്ത്രിനോട് മുഖ്യമന്ത്രിനോടൊന്ന് പറഞ്ഞിട്ടൊന്ന് നമ്മളൊരു അപേക്ഷ കൊടുത്തു. അങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി, മന്ത്രിയെ കാണാൻ വേണ്ടി നമ്മുടെ മെമ്പർ ചെന്നു, നമ്മുടെ നാട്ടിലെ പ്രസിഡന്റ് ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ സദസ്സ് പങ്കിടാൻ കിട്ടിയ സന്ദർഭമല്ലേ, വലിയ സന്തോഷമുള്ള സന്ദർഭമാണ്. ഈ സന്തോഷം അതിരുവിട്ടപ്പോൾ പാവപ്പെട്ട നമ്മുടെ വോട്ട് വാങ്ങി പോയ ഈ വ്യക്തിയില്ലേ, ഈ മെമ്പറില്ലേ, ഈ മന്ത്രിയില്ലേ, പാവപ്പെട്ട നമ്മുടെ വിഷയം മറന്നു. സന്തോഷം കുടുംബം മറക്കും, മറ്റുള്ള കാര്യം നോക്കാം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വേളയിൽ നമ്മെ മറന്നില്ല. തങ്ങൾക്ക് സലാമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതാ നമുക്കും സലാം വേണം. തീർന്നില്ല സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വിഷമം പിടിച്ച സന്ദർഭമായിരുന്നു മരണമെന്ന് പറയുന്ന സന്ദർഭം. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാത്തു നിൽക്കുന്ന സന്ദർഭം. ആ സമയത്ത് മുത്തുനബി കരയാണ്. മുത്തുനബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാനല്ലേ ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാത്തു നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരയാണ്. എന്തിനാപ്പ നബി കരയുന്നത്? പലരും ചോദിച്ചു, ഭൗതിക ലോകത്തിന് വിട പറയുമെന്ന് ചിന്തിച്ചത് കൊണ്ടാണോ കരയുന്നത്? ബീവി ഫാത്തിമയെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണോ കരയുന്നത്? മുത്തുനബി ഇങ്ങനെ പറയുന്നത്, ഖാലൻ നബിയു ലാലി അദിലി ദുനിയാ വലാലി അദിലിൽ ആഖിറതിൽ മുനിയാ വലാ അബീ ബക്കരിൻ വലാ ഉമരിൻ വലാ
അതേ ദുനിയാവിൽ നിന്ന് പിരിയുമെന്ന് ചിന്തിച്ചത് കൊണ്ടല്ല കരയുന്നത്, ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടുമല്ല കരയുന്നത്, സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടുമല്ല കരയുന്നത്. പലരെയും ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് മുത്തനബി അവസാനം പറയുന്നു, ലാകില്ലി അജ്ലി ഉമ്മത്തി ദബി ഹസൻ, ദുഃഖിതരായ വിഷമിക്കുന്ന എന്റെ ഉമ്മത്തില്ലേ, ആ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കരയുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചറബിനോട് സംസാരിച്ചു. പടച്ചറബി ഇങ്ങോട്ടും സംസാരിച്ചു. അസ്സലാമു അലൈക, തങ്ങളെ മേൽ സലാം ഉണ്ടാവട്ടെ പടച്ചറബ് പറയുന്നു. അപ്പൊ നേരിട്ടുള്ള സംസാരം, ആകാശത്തിന്റെ അപ്പുറത്തുന്ന സംസാരം. എന്നാൽ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം പിടിച്ചുകൊണ്ട് യാത്ര പോയല്ലോ. യാത്ര കടലിനരികിലൂടെയാണ് പോയത്. പെട്ടെന്ന് ഒരു മത്സ്യം വിഴുങ്ങി. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫനാദാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഭൂമിയിൽ ആകാശത്തല്ല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്, കടലിലാണ്. അതും അല്ലാഹു വിശേഷിപ്പിച്ച ഫനാദാ ഫിൽ ദുലുമാത്, ഇരുളിലല്ല, ഇരുളുകളിൽ. കാരണം കടൽ വെള്ളത്തിനുള്ളിൽ, അതും മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ. അങ്ങനെ വീങ്ങിയപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ പേടിച്ചു. ഇപ്പൊ എന്താ പടച്ചോനെ ചെയ്യാ? പടച്ചോൻ പറയുന്നുണ്ട്, മുഗാലിബൻ ഇദ്ദഹബ മുഗാലിബൻ, ദേഷ്യം പിടിച്ചുകൊണ്ട് പോയതാ. ഒരു ചെറിയൊരു തഹ്ദീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങി. അപ്പൊ ഇതിന് രക്ഷ കിട്ടണല്ലോ. ഇരുളുകളിൽ അകപ്പെട്ടുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞൊരു ദിക്റുണ്ട്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീയല്ലാതെ ഇലാഹില്ല, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. കണ്ടോ, കടലിൽ മത്സ്യവയറ്റിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പടച്ചറബിനോട് സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ഇബ്നു മത്താ. പടച്ചറബിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പടച്ചറബ് ആകാശത്തല്ല, പടച്ചറബ് ഭൂമിയിലല്ല. ഞാൻ ആകാശത്തിന്റെയും അപ്പുറത്ത് നിന്ന് പടച്ചറബിനോട് നേരിട്ട് സംസാരിച്ചെങ്കിൽ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പടച്ചറബിനെ നേരിട്ട് അഭിസംബോധനം ചെയ്തെങ്കിൽ, ഈ വിഷയത്തിൽ നിങ്ങൾ, ഞാൻ മേലെയാണ്, ഞാൻ ആകാശത്തായതുകൊണ്ട് ഞാൻ മേലെയാണ്, പടച്ചോന്റെ എടുത്തെത്തിയിട്ടുണ്ട്, യൂനുസ് നബി താഴത്തല്ലേ, പടച്ചോനത്തിൽ വിട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഇതാണ് സ്ഥലകാലതീതനായ അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ പടച്ചറബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടച്ചറബിനെ കുറിച്ച് ചിന്തിച്ച്, പടച്ചറബിന്റെ മഹ്ശറയെ കുറിച്ച് ആലോചിച്ച്, പടച്ചറബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് എപ്പോഴും കരയുന്ന വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. في خد صديق من الخلفاء خطان يصبدان من بكائي. في خد فاروق من الخلفاء خطان يصبدان من بكائي. മയ്യിത്ത് കുളിപ്പിച്ച ആളുകൾ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവളത്തിലൂടെ രണ്ട് വരയുണ്ടായിരുന്നു. എന്തിന്റെ പേരിലുണ്ടായതാണ്? ആക്സിഡന്റ് സംഭവിച്ചതല്ല, പടച്ചറബിനെ പേടിച്ചുകൊണ്ട് പതിരാ സമയത്ത് കരഞ്ഞതിന്റെ പേരിൽ. ومن ذكر رب المهيمين خاليا ففاضت به عيناه خوفا كليم. പടച്ചറബിന്റെ ശിക്ഷയോർത്തുകൊണ്ട് കരഞ്ഞതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവളത്തിലൂടെ രണ്ട് വരയുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടും വ്യത്യസ്തമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവളത്തിലൂടെയും രണ്ട് വരയുണ്ടായിരുന്നു.
പക്ഷേ അവരൊക്കെ പേടിച്ചത് എന്തിനാണ്? എന്തിനു പേടിക്കണം? നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, നല്ലതേ കേട്ടിട്ടുള്ളൂ, നല്ലതേ സംസാരിച്ചിട്ടുള്ളൂ, നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ. ഖദ് ജഅല സിദ്ദീഖു ഫീഹിൽ അജ്ർ ലിമൻ അഹീനി നൽ കലാമി വ ഉമർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോ പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത സംസാരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് വായിൽ കല്ല് വെച്ച് കിട്ടിയിരുന്നു ചരിത്രം പറയുന്നു. കാരണം പെട്ടെന്ന് സ്വതന്ത്രമായിട്ട് നാവിനെ സ്വതന്ത്രമാക്കി വിടണ്ടെന്ന് കരുതിയിട്ട് ഒരു ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടി ചെറിയ കല്ല് വെച്ച് കെട്ടിയിരുന്നു. സിദ്ദീഖ് തങ്ങൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, നാവിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് എപ്പോഴും പറയുന്നു, എന്നെ ഈ നാവ് എനിക്ക് മറ്റ് അവയവങ്ങളെ കൂടി എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥാനമാനങ്ങളിലേക്കും എന്നെ എത്തിച്ചത് ഈ നാവാണ് എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ജീവിതകാലത്ത് വല്ലാതെ ആവശ്യത്തിനെ സംസാരിക്കൂ, ആരോടും വെറുതെ സംസാരിക്കാറില്ല. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയുന്ന വാക്കാണ്, ഹാദല്ലദീ ഔറദനിയൽ മവാരിദ്, പല സ്ഥാനമാനങ്ങളിലേക്കും എന്നെ എത്തിച്ചത് ഈ നാവാണ്. വഫാത്തായതിനു ശേഷം ശിഷ്യന്മാർ സ്വപ്നത്തിലൂടെ കണ്ടു, ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് എത്തിച്ചത്? എന്താ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു ബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ സമയമുള്ള സന്ദർഭങ്ങളിലൊക്കെയും രഹസ്യമായും പരസ്യമായും പലപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഞാൻ ചൊല്ലാറുണ്ട്. ഫൗറദനിയൽ ജന്ന, ആ ദിക്ർ എന്നെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഈ സിദ്ദീഖ് തങ്ങൾക്ക് എപ്പോഴും ഉള്ള ബേജാർ എന്താണ്? പേടി എന്താണ്? സ്വർഗത്തിലെത്തുമോ എന്ന പേടിയാണ്. അതുകൊണ്ടല്ലേ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, എന്റെ വലത്തേക്കാൽ സ്വർഗത്തിലും ഇടത്തേക്കാൽ പുറത്താണെങ്കിൽ പോലും ലാ ആമനു മക്റല്ലാഹ്, പടച്ചറബ് എന്നെ തിരിച്ചു വിളിക്കുമോ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുപോകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത്രക്കും പേടിച്ചു വിറച്ചിരുന്ന നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ എപ്പോഴും പറഞ്ഞിരുന്നു, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലു യാ ലൈത ശിരിയ ബൈദൽ മൗതി മദ്ദാറു. മരണം എന്നത് ഒരു സത്യമാണ്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, ആ മരണത്തിലൂടെ ജീവനുണ്ടെങ്കിൽ മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതേ മരിച്ച എല്ലാ ആളുകളും മരണമെന്ന കവാടത്തിലൂടെ കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിലൊന്നും എനിക്ക് ബേജാറില്ല. പക്ഷേ എനിക്കൊരു വിഷയമാണുള്ളത്. എന്താണത്? യാ ലൈത ശിരിയ ബൈദൽ മൗതി മദ്ദാറു. പടച്ചറബ് രണ്ട് ഗേഹങ്ങളല്ലേ, രണ്ട് സ്ഥലങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് സജ്ജനങ്ങൾക്കുള്ള സുഖലോക സ്വർഗമാണ്, മറ്റൊന്ന് ദുർജനങ്ങൾക്കുള്ള നരകമാണ്. സ്വർഗമില്ലെങ്കിൽ നരകമാണ്, നരകമില്ലെങ്കിൽ സ്വർഗമാണ്. പക്ഷേ ഞാൻ കിടക്കേണ്ടത് എനിക്ക് പ്രവേശിക്കാനുള്ള സ്വർഗമാണോ അതല്ല നരകമാണോ എന്ന് എനിക്കറിയാൻ കഴിയില്ല. യാ ലൈത ശിരിയ ബൈദൽ മൗതി മദ്ദാറു, അത് ഏത് വീടാണ് എന്ന് ജീവിതകാലത്ത് തന്നെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പലരെയും ഉറക്കം കെടുത്തിയത് ഇതാണ് സഹോദരന്മാരെ. അതുകൊണ്ടല്ലേ ഒരു സഹോദരി സൂഫിയത്തായ ഒരു പെണ്ണ് പലപ്പോഴും പതിരാ സമയത്ത് ഉറക്കം കിട്ടാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് പാടുന്നൊരു പദ്യമുണ്ട്, എന്താ പെണ്ണെ ഉറങ്ങാത്തത്? പെണ്ണ് പറയുന്നു, എങ്ങനെയാണ് ഉറക്കം വരിക? സ്വസ്ഥമായിട്ട് എങ്ങനെയാണ് ഉറങ്ങുക? എങ്ങനെ ഉറക്കം വരാനാ? കാരണം ഞാൻ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ലല്ലോ. എങ്ങനെയാണ് എനിക്ക് സമാധാനം വരികയെന്ന് പലരും പറഞ്ഞിരുന്നു, പാടിയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറഞ്ഞിരുന്ന വാക്കാണത്. എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോ ലെവലൊക്കെ തെറ്റുന്ന. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല ഹിമ്മത്തുള്ള മഹാനാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഒക്കെ രണ്ട് കൂട്ടുകാരല്ല, നിങ്ങൾ അങ്ങനെ പേടിച്ചേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വർഗ്ഗാണോ നരകാണോ എന്നല്ലേ? അതിന് ആൻസർ ഞാൻ പറഞ്ഞു.
യുർദിൽ ഇലാഹ വഇൻ ഖാലഫത ഫന്നാറു. പടച്ചറപ്പിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? പടച്ചറപ്പിന് പൊരുത്തമുള്ള കാര്യങ്ങളാണോ നിങ്ങൾ പറയുന്നത്? പടച്ചറപ്പിന് തൃപ്തിയുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്? പടച്ചറപ്പിന് തൃപ്തിയുള്ള കാര്യമാണോ ചെയ്യുന്നതെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. അല്ല എനിക്ക് നരകം ഉറപ്പാണ് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പടച്ചറപ്പിനെ തൃപ്തിപ്പെടുന്ന കാര്യമാണോ എങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം മോശാരമായി നൽകട്ടെ. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. നമുക്ക് മരണമുണ്ട്, എപ്പോഴാണെന്നറിയില്ല. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ എല്ലാവരെയും കാക്കുമാറാവട്ടെ.